ഇനി നമുക്ക് എന്തായാലും മോഹൻ ചേട്ടന്റെ പാട്ട് ഡാൻസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തപ്പോഴാണ് മോഹൻ ചേട്ടൻ എന്ന് പറയുന്ന കലാകാരൻ ഒരു ഗെയിമറും കൂടിയാണ് എന്ന് എന്റെ മനസ്സ് പറയുന്നു. നല്ലൊരു ഗെയിം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉമചേച്ചിയാണോ മോഹൻ ചേട്ടനാണോ ഈ ഗെയിമിൽ ജയിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തമ്മിൽ ഇതുവരെ മത്സര ബുദ്ധി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മത്സര ബുദ്ധി നടക്കില്ല, നമ്മൾ ശ്രമിക്കും. നമുക്കറിയാം നമ്മളുടെ നാളൊന്നും തന്നെയാണ്. ഞങ്ങളുടെ നാളൊന്നാണ്. ഏതാണ് നിങ്ങളുടെ നാള്? ഉത്രാടം. ഉത്രാടക്കാരാണ്. ഈ ഉത്രാടക്കാര് തമ്മിൽ മത്സരിച്ചാൽ ഭയങ്കര നല്ലതായിട്ട് ഒരു സംഭവം വരും എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു ഐക്യമുണ്ട്, അതുകൊണ്ട് നമുക്ക് മത്സരമാണെങ്കിലും അതിന്റെ മാക്സിമം ഔട്ട് വെക്കാന്നുള്ള ചിന്തയല്ലേ മോഞ്ചേട്ടാ? നല്ല മത്സര ബുദ്ധിയാ, മോശം ബുദ്ധി. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വരട്ടെ നിങ്ങൾക്ക്. അതിൽ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കുന്ന ആൾക്കൊരു സമ്മാനമുണ്ട്, തോറ്റു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പണിഷ്മെന്റ്. ഹാപ്പിയാണ് എന്തിനാണെങ്കിലും. എന്ത് ഗെയിം ആണെങ്കിലും പണിഷ്മെന്റ് ഞാൻ സ്വമേധയാ നേരത്തെ ഏറ്റുവാങ്ങിയ ഗെയിമിംഗ് നടക്കില്ല. ഗെയിം എന്തായാലും കളിക്കണം. കളിച്ച് നമ്മൾ തോക്കോ ഇല്ലയോ, ചിലപ്പോ മോഹൻ ചേട്ടനാണ് ജയിക്കുന്നെങ്കിലോ വെറുതെ പണിഷ്മെന്റ് വേസ്റ്റ് ആയിപ്പോ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഒരു സ്പിരിറ്റ് വേണമല്ലോ. യെസ്, അതുള്ളൂ. അത് നിങ്ങൾക്കുണ്ട്. അതെ, റെഡി. അപ്പൊ നമ്മുടെ പണി പാളി എന്നുള്ള സെഗ്മെന്റിൽ ഇന്ന് എന്റെ മുന്നിൽ അല്ലെങ്കിൽ എന്റെ അടുത്ത് നിൽക്കുന്ന രണ്ട് പാവം, അവർ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ആണോ? ഇല്ല, ധൈര്യമുണ്ട്. ഇത് ഒരു അല്പമെങ്കിലും ശ്രമിച്ചിട്ട് അങ്ങ് മൊത്തത്തിൽ അങ്ങ് പരാജയപ്പെട്ട ഒരു ചമ്മല്. അപ്പൊ കുറച്ച് ചമ്മലോട് കൂടിയാണ് ഉമ്മച്ചേച്ചി നിൽക്കുന്നത്. മോഹൻ ചേട്ടനാണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ച കളറ് കുപ്പി ചേട്ടന്, പിങ്ക് കളറ് ചേച്ചിക്ക്. അപ്പൊ ഈ കുപ്പി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നിർത്തണം കേട്ടോ. ഇല്ല, അത് എപ്പോഴും വരില്ല, വല്ലപ്പോഴും വരുള്ളൂ. ഈ കുപ്പി ഇങ്ങനെ എറിഞ്ഞ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ചേട്ടന്റെ കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്. അപ്പൊ വൈറ്റ് ഈ ഒരു കോളമിൽ ചേട്ടൻ ഒരു ഗ്ലാസ് പ്ലേസ് ചെയ്യണം. പിന്നെ അടുത്ത ചേച്ചി ട്രൈ ചെയ്യുന്നു. ചേച്ചിയുടെ ബ്ലാക്ക് ആണ്, ചേച്ചി ബ്ലാക്കിൽ. ഇങ്ങനെ സ്റ്റഡിയായി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോളംസ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മാക്സിമം 1 മിനിറ്റ് സമയത്തിൽ ആർക്കൊക്കെ എത്രയൊക്കെ കോളംസ് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ മിനിറ്റ് ഉണ്ട്. അങ്ങനെയാണ് നമ്മളുടെ വിന്നറിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. റെഡി? 1 2 3 മ്യൂസിക്. കറുപ്പ്. വെരി ഗുഡ്. ചേട്ടൻ വെരി ഗുഡ്. സൂപ്പർ. രണ്ടുപേരും 1, ചേച്ചി 2. ரொம்ப பிரமாதம். இந்த மாதிரி புத்தி உலகத்துல யாருக்குமே கிடையாது. വെരി ഗുഡ്. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഉമ്മച്ചേച്ചി മൂന്നാമത്തത് വെക്കാൻ പോവാണ്. 30 സെക്കൻഡ്സ് കൂടി ഉണ്ട്. 30 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. അല്ല, ഉമ്മച്ചേച്ചി 3 പ്ലേസ് ചെയ്തു. 20 സെക്കൻഡ്സ് കൂടി ഉണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ പലതും നടക്കും. മോചന പച്ച, ഇത് ബോട്ടിൽ നേരെ വീണോ? അന്ന് എടുത്ത് വെച്ചോളൂ. 3-3 നിൽക്കുന്നത്. 3-3. യെസ്, വെരി ഗുഡ്. 10 സെക്കൻഡ്സ് കൂടി ഉണ്ട്. ഉമ്മച്ചേച്ചി ശ്രദ്ധിച്ചോളൂ. 4ാമത്തെ ഉമ്മച്ചേച്ചി വെക്കാൻ പോവാണ്. ചേട്ടാ, സമയം തീരാറായി, ശ്രദ്ധിച്ചോളൂ. വെരി ഗുഡ്. ഉമാ നായർ ഈസ് റോക്കിംഗ്. 4 3 2 1 ടൈം ഔട്ട്. സൂപ്പർ. ഗ്രേറ്റ്. 1 2 3 4 5 5 കോളംസ് ഇങ്ങനെ കവർ ചെയ്തിട്ട് വിജയശ്രീ ലാളിതയായി നിൽക്കുകയാണ്. ചേട്ടൻ ഒട്ടും മോശമല്ല, 3. എന്തായാലും ഈ ഗെയിമിൽ തോറ്റിരിക്കുന്നത് നമ്മുടെ സ്വന്തം മോഹൻ അയിരൂരാണ്. തൊപ്പിയില്ല, തലയിൽ മുണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ ജയിച്ച് ഇങ്ങനെ ജയത്തിൽ ആറാടി വിജയശ്രീ ആറാട്ടുകയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഉമ്മ ചേച്ചിയാണ്. സൂപ്പർ.
അപ്പൊ ചേച്ചിക്ക് ഒരു സ്വീറ്റ് ആയിട്ടുള്ള സമ്മാനം, വളരെ സ്വീറ്റ് ആയിട്ടുള്ള സമ്മാനമുണ്ട്. ചേട്ടന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പണിഷ്മെന്റും ഉണ്ട്.